ഏവർക്കും +2 മാത്തമാറ്റിക്സ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. നാളെ നടക്കുന്ന മാത്തമാറ്റിക്സ് എക്സാമിനേഷന്റെ അവസാനവട്ട ഒരുക്കത്തിലാണ് എല്ലാ വിദ്യാർത്ഥികളും എന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച വിദ്യാർത്ഥികൾ എല്ലാ പോർഷനും കംപ്ലീറ്റ് പഠിച്ച് പൂർത്തീകരിച്ച് അവസാനവട്ട റിവിഷൻ നടത്തുന്ന സമയമായിരിക്കും. തീർച്ചയായും ഈ സമയത്ത് നാളെ എക്സാമിനേഷന് എക്സ്പെക്ട് ചെയ്യുന്ന ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 10 ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സുമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായും ഡബിൾ പാസ് പ്രതീക്ഷിക്കുന്ന കുട്ടികൾ, ജസ്റ്റ് ഒരു 30 മാർക്സ് പ്രതീക്ഷിക്കുന്ന കുട്ടികൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആകും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. നാളെ എക്സാമിനേഷന് ക്വസ്റ്റ്യൻ പേപ്പർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് അതുപോലെയോ അല്ലെങ്കിൽ അതിന് സമാനമായ മറ്റൊരു ക്വസ്റ്റ്യനോ ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ നാളെ എക്സാമിനേഷന് മുന്നേ മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോകേണ്ട സൂപ്പർ 10 ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായും ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന പ്രോബ്ലംസ് എല്ലാം ഓൾറെഡി ഷുവർ ക്വസ്റ്റ്യൻ സീരീസ് എന്ന പേരിൽ ഒരു പ്ലേലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ വിശദമായി ഇതിലെ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യുന്നു. ഈ വീഡിയോയിൽ ആൻസേഴ്സ് പെട്ടെന്ന് ഒന്ന് ഓടിച്ചു പറഞ്ഞു പോകുന്നു എന്ന് മാത്രം. സോ സൂപ്പർ 10 ക്വസ്റ്റ്യനിലെ ക്വസ്റ്റ്യൻ നമ്പർ 1, ഫസ്റ്റ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫംഗ്ഷൻ f ഫ്രം റിയൽ നമ്പർ ടു റിയൽ നമ്പർ ഗിവൺ ബൈ f of x equal to 4x plus 3. Show that f is invertible. Find inverse of f. ഇൻവെർട്ടിബിൾ എന്ന് പറയുന്ന പോർഷൻ ഡിലീറ്റഡ് അല്ല, സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് 2024. അതുകൊണ്ട് ബേസിക് ഡെഫിനിഷനും അതുമായി ബന്ധപ്പെട്ട സിമ്പിൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഈ ക്വസ്റ്റ്യൻ മറ്റൊരു രീതിയിലും ചോദിക്കാം. കൺസിഡർ ദ ഫംഗ്ഷൻ f ഫ്രം റിയൽ നമ്പർ ടു റിയൽ നമ്പർ ഗിവൺ ബൈ f of x equal to 4x plus 3. Show that f is bijective. ബൈജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ആ ഫംഗ്ഷൻ എന്താണ്? 1 ആണ്, 2 ആണ് എന്ന് പ്രൂവ് ചെയ്യണം. അങ്ങനെയും ചോദിക്കാം. ഇവിടെ ഷോ ദാറ്റ് f is invertible. ഒരു ഫംഗ്ഷൻ ഇൻവെർട്ടിബിൾ ആകണമെങ്കിൽ ആ ഫംഗ്ഷൻ എന്തായിരിക്കണം? ബൈജക്റ്റീവ് ആയിരിക്കണം. അപ്പൊ ഇവിടെയും ആക്ച്വലി എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ദ ഗിവൺ ഫംഗ്ഷൻ ഈസ് ബൈജക്റ്റീവ്. ബൈജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ദ ഗിവൺ ഫംഗ്ഷൻ ഈസ് 1 ആൻഡ് 2 എന്ന് പ്രൂവ് ചെയ്യണം. എന്നിട്ട് വി ഹാവ് ടു ഫൈൻഡ് ഇൻവേഴ്സ് ഓഫ് f. സോ അത് ചെയ്യുന്ന മെത്തേഡ് വളരെ ഈസിയാണ്. ഒരു ഫംഗ്ഷൻ 1 എന്ന് പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ 100% ചോദിക്കും. അത് സ്റ്റാൻഡേർഡ് ആയിട്ട് പ്രൂവ് ചെയ്യുന്ന മെത്തേഡ് ലെറ്റ് f of x equal to f of y എന്ന് എടുക്കുക. f of x ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 4x plus 3 equal to f of y. അപ്പോൾ എന്തായിരിക്കും? 4y plus 3. 3 ക്യാൻസൽ ചെയ്താൽ 4x equal to y. 4 ക്യാൻസൽ ചെയ്താൽ x equal to y. Every x has distinct image എന്ന് പ്രൂവ് ചെയ്തു. Therefore the function f is 1. നെക്സ്റ്റ് 1 എങ്ങനെയാണ് പ്രൂവ് ചെയ്യേണ്ടത്? ലെറ്റ് y എലമെന്റ് ഓഫ് സെക്കൻഡ് സെറ്റ്, കോഡൊമൈനിലെ ഒരു ആർബിട്രറി എലമെന്റ് y എന്ന് എടുക്കുക. ലെറ്റ് y എലമെന്റ് ഓഫ് ക്യാപിറ്റൽ R സച്ച് ദാറ്റ് f of x equal to y. ഇത് അസംഷൻ. f of x ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 4x plus 3 equal to y. 4x equal to y minus 3. x equal to y minus 3 by 4. y എന്ന് പറയുന്നത് റിയൽ നമ്പർ ആണ്. ഇവിടെ yക്ക് നമ്മൾ ഏത് റിയൽ നമ്പർ കൊടുത്ത് സിംപ്ലിഫൈ ചെയ്താലും ഈ കിട്ടുന്ന x വാല്യൂ എന്ത് തന്നെയാണ്? ഒരു റിയൽ നമ്പർ തന്നെ ആയിരിക്കും. അതായത് രണ്ടാമത്തെ സെറ്റിലെ ഏത് എലമെന്റ് എടുത്താലും, അതായത് ഈ രണ്ടാമത്തെ സെറ്റിലെ ആർബിട്രറി ആയിട്ട് എലമെന്റ് എടുത്താൽ അതിന്റെ പ്രീ ഇമേജ് ആദ്യത്തെ സെറ്റിൽ ഉണ്ട് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. Therefore the function is എന്താണ്? 1. Since f is both 1 and 2, the given function is bijective. ബൈജക്റ്റീവ് ആയതുകൊണ്ട് the given function is invertible. എങ്കിൽ ഇൻവേഴ്സ് കാണുന്ന മെത്തേഡ് f ഇൻവേഴ്സ് ഈക്വൽ ടു, വേറെ ഒന്നും ചെയ്യേണ്ട, നമ്മൾ ഇവിടെ എഴുതിയ y ഈക്വൽ ടു എന്ന ഫംഗ്ഷനിൽ നിന്ന് സിംപ്ലിഫൈ ചെയ്ത് എക്സിന്റെ വാല്യൂ എന്ത് കിട്ടുന്നോ അതാണ് f ഇൻവേഴ്സ്. അപ്പോൾ f ഇൻവേഴ്സ് ഈക്വൽ ടു y മൈനസ് 3 by 4. അത് ഇൻ ടേംസ് ഓഫ് എക്സിൽ എഴുതുമ്പോൾ x മൈനസ് 3 by 4 എന്ന് എഴുതാം. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, മസ്റ്റ് ആയിട്ട് പഠിച്ചിട്ട് പോവുക അല്ലെ. ഇവിടെ 4x plus 3 എന്നായിരുന്നു, ചിലപ്പോൾ x by x plus 1 അങ്ങനെയൊക്കെ ഫംഗ്ഷൻ മാറ്റി ചോദിക്കാം. 3 minus 4x അങ്ങനെയൊക്കെ ചോദിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നാളെ 100% എക്സാമിനേഷന് ചോദിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റ്യൻ. മെട്രിസസ് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ. എക്സ്പ്രസ് ദ മെട്രിക്സ് A as the sum of a symmetric and skew symmetric matrix. very important question. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ലെറ്റ് എ ഈക്വൽ ടു ആ മെട്രിക്സ് എടുത്ത് എഴുതുക. ദെൻ അതിന്റെ ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് എ റൈസ് ടു ടി എന്നും എഴുതാം, എ ഡാഷ് എന്നും എഴുതാം. സ്റ്റാൻഡേർഡ് നൊട്ടേഷൻ ആണ്. എ ട്രാൻസ്പോസ് ഈക്വൽ ടു, എങ്ങനെയാണ് ട്രാൻസ്പോസ്? കോളം റോയാക്കി എഴുതുക. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കുത്തനെ ഇരിക്കുന്നതിനെ ചരിച്ചെഴുതുക. ആദ്യം കുത്തനെ ഇരിക്കുന്നത് ആദ്യം ചരിച്ചെഴുതുക.
3 -2 -4. സെക്കൻഡ് കോളം ചരിച്ച് സെക്കൻഡ് റോ ആക്കി എഴുതുക. തേർഡ് കോളം ചരിച്ച് തേർഡ് റോ ആക്കി എഴുതുക. അപ്പോൾ കിട്ടി ട്രാൻസ്പോസ്. നെക്സ്റ്റ് ഇത് ഓർത്തിരിക്കണം. ലെറ്റ് P = half into F plus A transpose equal to half into ഈ മെട്രിക്സും ആഡ് ചെയ്യുക. ആഡ് ചെയ്യാൻ അറിയാം കറസ്പോണ്ടിങ് എലമെന്റ്സ്. 3ഉം 3ഉം ആഡ് ചെയ്താൽ 6, 3ഉം -2ഉം ആഡ് ചെയ്താൽ 1, -1ഉം -4ഉം ആഡ് ചെയ്താൽ -5. സിമിലർലി റിമൈനിങ് എലമെന്റ്സ് ആഡ് ചെയ്യുക. ക്ലിയർലി വേറെ ഒന്നും നോക്കണ്ട. ക്ലിയർലി ദ മെട്രിക്സ് P ഈസ് സിമെട്രിക്. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി ആദ്യത്തെ ടേം അങ്ങ് എഴുതിയാൽ മതി. അതിന് റീസൺ ഉണ്ട്. P ട്രാൻസ്പോസ് = P. അത് മനസ്സിലാക്കാൻ പറ്റുന്നവർ മനസ്സിലാക്കുക. ആദ്യം P = half into A plus transpose. നെക്സ്റ്റ് Q = half into A minus A transpose = half into ഇതും സബ്ട്രാക്ട് ചെയ്യുക. കറസ്പോണ്ടിങ് എലമെന്റ് സബ്ട്രാക്ട് ചെയ്യുക. 3 - 3 എന്താണ് 0. അടുത്ത 3 - -2 3 + 2 5 എന്ന് കിട്ടും. നെക്സ്റ്റ് -1 -4 -1 + 4 that is 3. സിമിലർലി കറസ്പോണ്ടിങ് എലമെന്റ്സ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഈ മെട്രിക്സ് കിട്ടും. ഇവിടെ മെയിൻ ഡയഗണൽ എലമെന്റ്സ് എല്ലാം 0. ഇവിടെ വരുന്നതിന്റെ ഓപ്പോസിറ്റ് സൈൻ ഇവിടെ വന്നു. അതുകൊണ്ട് ഇത് സ്ക്യൂ സിമെട്രിക് എന്ന് പറയാം. വേറെ ഒന്നും നോക്കണ്ട. ക്ലിയർലി Q ഈസ് സ്ക്യൂ സിമെട്രിക് എന്ന് എഴുതുക. ഇതും ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ടേം ആണ്. അപ്പൊ P കണ്ടു, Q കണ്ടു. നെക്സ്റ്റ് ഇവ തമ്മിൽ ആഡ് ചെയ്യുക. P + Q. ഈ മെട്രിക്സും ആഡ് ചെയ്യണം. രണ്ടിലും 1/2 കോമൺ ആയിട്ടുണ്ട്, മാറ്റി വയ്ക്കുക. ഇത് പ്ലസ് ഇത് രണ്ടും ആഡ് ചെയ്യാൻ അറിയാലോ. കറസ്പോണ്ടിങ് എലമെന്റ്സ് ആഡ് ചെയ്ത് എഴുതുക. എന്നിട്ട് ഓരോ എലമെന്റിനെയും എന്ത് ചെയ്യണം? ഈ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഈ മെട്രിക്സ് കിട്ടും. ഈ കിട്ടുന്നത് എന്തായിരിക്കണം? A ആയിരിക്കണം. അല്ലെങ്കിൽ ഒപ്പിക്കുകയെങ്കിലും ചെയ്യണം. കാരണം നിങ്ങൾ ചെയ്തത് തെറ്റാനാണ് സാധ്യത. A കിട്ടിയില്ല എങ്കിൽ. സോ P + Q കാണുമ്പോൾ എന്ത് കിട്ടണം? A കിട്ടണം. സോ A can be expressed as sum of two matrices where P is symmetric and Q is skew symmetric. ഒത്തിരി പ്രാവശ്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മസ്റ്റ് ആയിട്ട് പഠിക്കുക. അടുത്തത് എസ്എ ക്വസ്റ്റ്യൻ. സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഇക്വേഷൻസ് മാറാം എന്ന് മാത്രം. ഈ ടൈപ്പ് ചോദിക്കാനുള്ള സാധ്യതയാണ് 99%. Solve the following system of equations by matrix method. 3 equations with 3 equations with 3 unknowns എങ്ങനെ കണ്ടെത്താം? ഇതാണ് 100% ചോദിക്കാൻ സാധ്യത. എങ്കിലും 1% സാധ്യതയുണ്ട്. 2 equations with 2 variable. അതുകൂടെ പഠിക്കുക. അത് 4 മാർക്കിന് ചോദിച്ചാൽ 2 മാർക്കിന് ഏരിയ ഓഫ് ട്രയാങ്കിളോ അല്ലെങ്കിൽ 2 ഡിറ്റർമിനന്റ് ഈക്വൽ ആണെങ്കിൽ ഫൈൻഡ് വാല്യൂ ഓഫ് എക്സ്, അങ്ങനെ ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്. അതുകൊണ്ട് ചിലരെങ്കിലും ഇത് മാത്രം പഠിച്ചിട്ട് പോകുന്നവരുണ്ട്. അങ്ങനെ വേണ്ട. 2 equations with 2 variable അത് സോൾവ് ചെയ്യുന്ന മെത്തേഡും പഠിക്കുക. നമ്മൾ ഷുവർ ക്വസ്റ്റ്യൻ സീരീസിൽ അത് ചെയ്തിട്ടുണ്ട്. കണ്ട് മനസ്സിലാക്കുക. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഇതായതുകൊണ്ട് അത് ഡിസ്കസ് ചെയ്യുന്നു. 3 equations with 3 variables. സോ ആദ്യം എന്ത് ചെയ്യണം? തന്നിട്ടുള്ള ഇക്വേഷനെ മെട്രിക്സ് ഫോമിൽ എഴുതണം. The given equations can be written in the matrix form Ax = B, where A = coefficient matrix. ക്വസ്റ്റ്യനിലെ ഇക്വേഷൻസിന്റെ കോഎഫിഷ്യന്റ്. ആദ്യത്തെ ഇക്വേഷനിലെ കോഎഫിഷ്യന്റ് എന്താണ്? x, y, z ന്റെ 2 - 3 5. അതാണ് ഫസ്റ്റ് റോ. 2 - 3 5. സെക്കൻഡ് റോയിൽ എന്ത് എഴുതണം? രണ്ടാമത്തെ ഇക്വേഷന്റെ കോഎഫിഷ്യന്റ് 3 2 -4 3 2 എന്താണ്? -4. സിമിലർലി തേർഡ് ഇക്വേഷന്റെ കോഎഫിഷ്യന്റ് 1 1 -2. സോ 1 1 -2 which is the matrix A. ക്യാപിറ്റൽ X എന്ന് പറഞ്ഞാൽ കോളം മെട്രിക്സ് അൺനോൺസ് x y z. ക്യാപിറ്റൽ D എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ്സ് എടുത്ത് എഴുതുക. ഇവിടുത്തെ കോൺസ്റ്റന്റ്സ് ഏതൊക്കെയാണ്? 11 -5 -3. 11 -5 -3 അത് കോളം മെട്രിക്സ് ആക്കി എഴുതുക. എന്നിട്ട് നിങ്ങൾ ഡിറ്റർമിനന്റ് A കാണുക. ഈ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്യാൻ നിങ്ങൾക്കറിയാം. ഞാൻ അതിന്റെ സിംപ്ലിഫിക്കേഷനിലേക്ക് പോകുന്നില്ല. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? -1. ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0. ഹെൻസ് ദ ഗിവൺ സിസ്റ്റം ഈസ് എന്താണ്? കൺസിസ്റ്റന്റ്. കൺസിസ്റ്റന്റ് ആണെങ്കിൽ സൊല്യൂഷൻ കാണാൻ നമുക്കറിയാം ഫോർമുല എന്താണ്? ക്യാപിറ്റൽ X = A ഇൻവേഴ്സ് × B. A ഇൻവേഴ്സ് കാണണമെങ്കിൽ ആദ്യം എന്ത് കാണണം? അഡ്ജെ കാണാൻ ഷോർട്ട് കട്ട് മെത്തേഡാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഷുവർ ക്വസ്റ്റ്യൻ സീരീസ് കണ്ട് മനസ്സിലാക്കുക. അവിടെ ഇത് ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ, അഡ്ജോയിന്റ് A കണ്ടെത്തി കഴിഞ്ഞാൽ അടുത്തെന്ത് കാണുക? A ഇൻവേഴ്സ്. A ഇൻവേഴ്സ് കാണുന്ന ഫോർമുല അഡ്ജെ ബൈ ഡിറ്റർമിനന്റ് A അല്ലെ? അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് A ഇൻവേഴ്സ് കിട്ടി. ക്യാപിറ്റൽ X കാണുന്ന ഫോർമുല A ഇൻവേഴ്സ് × B. ഈ കിട്ടിയ മെട്രിക്സും ഇതുമായിട്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. അറിയാലോ, ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുമ്പോഴാണ് ഇത് കിട്ടുന്നത്. സോ ഇവിടെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ X = 1 2 3. ക്യാപിറ്റൽ X എന്ന് പറഞ്ഞാൽ കോളം മെട്രിക്സ് x y z. അപ്പൊ x = 1, y = 2, z = 3. എല്ലാ പ്രോബ്ലത്തിന്റെ ആൻസർ 1 2 3 ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. അല്ലാത്ത ക്വസ്റ്റ്യനും ഉണ്ട്. ഇവിടെ നമ്മൾ ചെയ്തപ്പോൾ ആൻസർ യാദൃച്ഛികമായി ഇവിടെ 1 2 3 വന്നു എന്ന് മാത്രം. ഓക്കെ, സോ അത് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. ഞാൻ കുറച്ച് സ്പീഡിലാണ് പറഞ്ഞു പോയത്. തീർച്ചയായും നിങ്ങൾ ഓൾറെഡി പഠിച്ച പ്രോബ്ലം ആയിരിക്കും. ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം.
എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഷുവർ ക്വസ്റ്റ്യൻ സീരീസ് കാണുക. നെക്സ്റ്റ് നാളെ എക്സ്പെക്ട് ചെയ്ത മറ്റൊരു ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഏരിയ ഓഫ് ദ സർക്കിൾ x² + y² = 25. അല്ലെങ്കിൽ എലിപ്സിന്റെ ഏരിയ കാണാൻ ചോദിക്കും. രണ്ടും പഠിക്കണം. ഇവിടെ ഞാൻ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. സോ x² + y² = 25. ഇതാണ് സർക്കിളിന്റെ ഇക്വേഷൻ. ഇതിൽ നിന്ന് y² = 25 - x², y = √25 - x². നമ്മൾ റഫായിട്ട് ഈ സർക്കിളിന്റെ ഫിഗർ വരച്ചു. ഏരിയ കാണുന്ന ഫോർമുല നമുക്കറിയാം. നമുക്ക് ഈ ഫസ്റ്റ് ക്വാഡ്രന്റിന്റെ ഏരിയ കാണാൻ x varies from 0 to 5. ഈ റേഡിയസ് 5 ആണല്ലോ. അപ്പൊ 0 to 5 എന്നറിയാം. എന്നിട്ട് എന്ത് ചെയ്യുക, y dx ചെയ്താൽ മതി. എക്സിന്റെ ലിമിറ്റ് ആണെങ്കിൽ ഇന്റഗ്രൽ കാണുന്ന ഫോർമുല, ഏരിയ കാണുന്ന ഫോർമുല ഇന്റഗ്രൽ a to b y dx. അപ്പൊ ഇന്റഗ്രൽ 0 to 5 y dx. നമുക്ക് ടോട്ടൽ ഏരിയ കാണണം. ഞാൻ ഇവിടെ കാണുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റിന്റെ ഏരിയ ആണ്. സോ ടോട്ടൽ ഏരിയ കാണാൻ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 4 into ഇന്റഗ്രൽ 0 to 5 y dx. 4 into ഇന്റഗ്രൽ 0 to 5 y എന്ന് പറഞ്ഞാൽ √25 - x² dx. സോ 4 into ഇവിടെ ഫോർമുലയാണ് √s² - x². പഠിക്കണം, പഠിച്ചേ പറ്റൂ. x/2 ക്വസ്റ്റ്യൻ അതുപോലെ, x/2 ക്വസ്റ്റ്യൻ അതുപോലെ, പ്ലസ് s²/2 25/2 സൈൻ ഇൻവേഴ്സ് x/a 25ന്റെ √5 ബ്രാക്കറ്റ് കൊടുത്താൽ ഇന്റഗ്രേഷൻ കഴിഞ്ഞു. ദെൻ ലിമിറ്റ് 0 to 5. ദെൻ 4 അതുപോലെ എക്സിന് ആദ്യം 5 കൊടുക്കുക. 5 കൊടുക്കുമ്പോൾ ഇവിടെ എന്തായി പോകും, 0. അടുത്ത് ഇവിടെ വരുമ്പോൾ 25/2 സൈൻ ഇൻവേഴ്സ് 5/5 1 സൈൻ ഇൻവേഴ്സ് 1. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ മൊത്തം 0. സോ 4 into 25/2 സൈൻ ഇൻവേഴ്സ് 1 π/2. 4 വെട്ടിയാൽ 25 π എന്ന് കിട്ടും. ഇതേപോലെ തന്നെയാണ് എലിപ്സിന്റെ ഏരിയ കാണുന്ന ക്വസ്റ്റ്യനും. തീർച്ചയായും അത് നിങ്ങൾ കണ്ട് പഠിക്കുക. നെക്സ്റ്റ് 3D എന്ന ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ലൈൻസ്. വെക്ടർ r = തന്നിട്ടുണ്ട് ആൻഡ് വെക്ടർ r = മറ്റൊരു ലൈൻ. 2 ലൈൻ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫൈൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ്. ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ് കാണുന്ന ഫോർമുല cos θ = a1a2 + b1b2 + c1c2 by root of a1² + b1² + c1² into root of a2² + b2² + c2². ഇതാണ് ഫോർമുല. ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. വളരെ സിമ്പിൾ ആണ്. ഒന്നാമത്തെ ലൈനിൽ ലാംഡയുടെ കൂടെ ഇരിക്കുന്ന വെക്ടർ, അതിന്റെ സ്കേലാർ കമ്പോണൻസ് അതാണ് a1 b1 c1. അപ്പൊ a1 എന്താണ്, ഐയുടെ കോഎഫിഷ്യന്റ് 1. b1 എന്താണ്, -1. c1 എന്താണ്, 1. അത് ആദ്യം എടുത്തെഴുതുക. a1 b1 c1 1 -1 1. അതേപോലെ a2 b2 c2 എന്തായിരിക്കും, രണ്ടാമത്തെ ലൈനിൽ മ്യൂവിന്റെ കൂടെ ഇരിക്കുന്ന വെക്ടറിന്റെ സ്കേലാർ കമ്പോണൻസ് 2 1 2 2 1 2. അതാണ് a2 b2 c2. now cos θ = വേറെ ഒന്നുമില്ല, ഇത് ഇൻറ്റു ഇത് 1 into 2 2. അടുത്ത -1 into 1 -1. അടുത്ത 1 into 2 2. അത്രയേ ഉള്ളൂ. ഡിവൈഡഡ് ബൈ ആദ്യം ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് √of 1² + 1² + 1² √3 എന്ന് കിട്ടും. അടുത്ത മാഗ്നിറ്റ്യൂഡ് ഓഫ് ദിസ് വൺ √of 4 + 1 + 4 that is √9. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3/√3 into 3 3 3 ക്യാൻസൽ ചെയ്താൽ θ cos θ = 1/√3, θ cos ഇൻവേഴ്സ് 1/√3 എന്ന് കിട്ടും. സോ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ്. എന്താണ്, a1 b1 c1 ഇതിന്റെ കോഎഫിഷ്യന്റ്, a2 b2 c2 പിന്നെ ഫോർമുല കൊടുത്താൽ മതി. നെക്സ്റ്റ് വൺ നാളെ എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ, 4 മാർക്ക് മാത്രമേ ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ് ഉള്ളൂ. ഈ രണ്ടിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനാണ് സാധ്യത കൂടുതൽ. ഫൈൻഡ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻസ്. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണുന്ന ഫോർമുല നിങ്ങൾക്കറിയാം, b1 × b2 ഡോട്ട് a2 - a1 ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് b1 × b2. ഇത് മസ്റ്റ് ആയിട്ട് പഠിക്കണം. അപ്പോൾ a1 a2 b1 b2 എന്തെന്ന് ആദ്യം മനസ്സിലാക്കണം. വെരി സിമ്പിൾ. ഒന്നാമത്തെ ലൈനിലെ ആദ്യം ഇരിക്കുന്നത് ഇതാണ് പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ. ഇത് വെക്ടർ a1. ഇതെന്താണ്, വെക്ടർ b1. ഇതെന്താണ്, രണ്ടാമത്തെ ലൈനിൽ ആദ്യം ഇരിക്കുന്നത് വെക്ടർ a2. ഇതെന്താണ്, വെക്ടർ b2. പിടികിട്ടല്ലോ. ഇത് a1, ഇത് b1, ഇത് വെക്ടർ a2, ഇത് വെക്ടർ b2. അത് ആദ്യം എടുത്തെഴുതുക. a1 b1 a2 b2. ഒന്നാമത്തെ ലൈനിലുള്ളതാണ് a1 b1, രണ്ടാമത്തെ ലൈനിലുള്ളതാണ് a2 b2. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് a2 - a1. ഇവ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. 2a ൽ നിന്ന് i കുറച്ചാൽ i, -j -2j -3j, ഇത് -2k. നെക്സ്റ്റ് b1 × b2 വെക്ടർ പ്രോഡക്റ്റ് ഡിറ്റർമിനന്റ് i j k. b1 ന്റെ കോഎഫിഷ്യന്റ് 1 -1 1. അടുത്ത b2 ന്റെ കോഎഫിഷ്യന്റ് 2 1 2. ഈ ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ -3i + 3k എന്ന് കിട്ടും. എന്നിട്ട് ഈ കിട്ടിയവന്റെ മാഗ്നിറ്റ്യൂഡ് കാണുക. √of -3യുടെ സ്ക്വയർ 9. അടുത്ത് j ഇല്ല 0. അടുത്ത് k യുടെ 3 3² 9 = √18 എന്ന് കിട്ടി. അടുത്ത് കാണേണ്ടത് ഈ b1 × b2 ഈ a2 - a1 തമ്മിൽ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക.
b1 cross b2 dot a2 minus a1. എങ്ങനെയാണ് ഡോട്ട് എടുക്കുന്നത്? ഈ വെക്ടറും ഈ വെക്ടറുമാണ് അല്ലേ ഡോട്ട് എടുക്കുന്നത്. ഐയുടെയും കോഎഫിഷ്യന്റ് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ 1 into -3 that is -3. നെക്സ്റ്റ് ഇവിടെ -3, ഇവിടെ j ഇല്ല 0. അടുത്ത് ഇവിടെ -2 k യുടെ കോഎഫിഷ്യന്റ് ഇവിടെ 3, -2 into 3 -6. സോ ആഡ് ചെയ്യുമ്പോൾ -9. ഐയുടെയും കോഎഫിഷ്യന്റ് മൾട്ടിപ്ലൈ പ്ലസ് ജെയുടെയും പ്ലസ് കെയുടെയും ആഡ് ചെയ്യുമ്പോൾ ഡോട്ട് പ്രോഡക്റ്റ് കിട്ടും. Now shortest distance ഫോർമുല എഴുതുക. ആൻസർ നെഗറ്റീവ് എന്നാൽ പോസിറ്റീവ് ആക്കി എഴുതണം. ഡിസ്റ്റൻസ് ആണ്. സോ 9 by ഈ മാഗ്നിറ്റ്യൂഡ് √18. 9 by √18 which is the shortest distance. So must ആയിട്ട് പഠിക്കുക. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് essay question, മറ്റൊരു ക്വസ്റ്റ്യൻ. സോൾവ് ദ ലീനിയർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6. കൺസിഡർ ദ വെക്ടേഴ്സ്. എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്. ഫൈൻഡ് ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി. നെക്സ്റ്റ് ഫൈൻഡ് പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി. അപ്പൊ എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് എ ഡോട്ട് ബി കണ്ടെത്തണം. എ ഡോട്ട് ബി അറിയാലോ, ഐയുടെയും കോഎഫിഷ്യന്റ് 1 into 7 7. അടുത്ത 3 into -3 പ്ലസ് 7 into 8 എന്താണ് 56. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എ ഡോട്ട് ബി ഞാൻ ഇപ്പൊ പറഞ്ഞതനുസരിച്ച് എന്ത് കിട്ടി? 60. എന്നിട്ട് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ കാണുക. ഇവന്റെ മാഗ്നിറ്റ്യൂഡ് √1 + 9 + 49 that is √59. അടുത്ത മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി, ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് കാണുക √114. ആംഗിൾ കാണുന്ന ഫോർമുല cos θ = a dot b by magnitude of a into magnitude of b that is equal to a dot b എന്തായിരുന്നു 60 by ആദ്യത്തെ മാഗ്നിറ്റ്യൂഡ് √59, അടുത്ത √114. സോ θ = cos inverse എന്താണ് ഈ cos റൈറ്റ് സൈഡും cos inverse this value which is the angle between a and b. നെക്സ്റ്റ് വൺ പ്രൊജക്ഷൻ ഓഫ് വെക്ടർ എ ഓൺ ബി കാണുന്ന ഫോർമുല എ ഡോട്ട് ബി ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി. എ ഡോട്ട് ബി എത്രയായിരുന്നു? 60. മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി √114. ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ ആയി. പ്രൊജക്ഷൻ ഓഫ് ബി ഓൺ എ ആണെങ്കിൽ എ ഡോട്ട് ബി ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ആണ് എഴുതേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നാളെ എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ. ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ തന്നെ അതുപോലെ ചോദിക്കാനും സാധ്യതയുണ്ട്. സോൾവ് ദ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഗ്രാഫിക്കലി. മിനിമൈസ് z = 200x + 500y subject to these conditions. ഈ കണ്ടീഷൻസിനെയാണ് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. ദ ഫംഗ്ഷൻ വിച്ച് ഹാസ് ടു ബി മാക്സിമൈസ് ഓർ മിനിമൈസ് ഈസ് കോൾഡ് എന്താണ്? ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. അതായത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ ഈ ഫംഗ്ഷന്റെ മിനിമം വാല്യൂ എന്ത്? നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡ് യൂസ് ചെയ്താണ് സോൾവ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം ഈ ഇനിക്വാളിറ്റിയുടെ സൊല്യൂഷൻസ് കാണണമെങ്കിൽ ഇതിനെ ഇക്വേഷൻ ആക്കി എഴുതണം. x + 2y = 10. അപ്പോൾ ഇതൊരു ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ ആണ്. അപ്പോൾ ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഗ്രാഫ് വരയ്ക്കാൻ രണ്ട് വ്യത്യസ്തമായ പോയിന്റുകൾ വേണം. അപ്പോൾ എക്സ് വൈ, എക്സിന് ഇവിടെ 0 കൊടുക്കുന്നു ആർബിട്രറി ആയിട്ട്. അപ്പോൾ 2y = 10, y = 5. അടുത്ത yക്ക് 0 കൊടുത്താൽ x = എന്ത് കിട്ടും? 10. ഇതേപോലെ അടുത്ത ഇക്വേഷൻ 3x + 4y = 24. എക്സിന് 0 കൊടുത്താൽ 4y = 24, y = 6. അടുത്ത yക്ക് 0, ഇത് 0 ആയാൽ 3x = 24, x = 8. അപ്പോൾ ഇവിടെ 0 മുതൽ എന്താണ് 10 വരെ ഉണ്ട്. അപ്പോൾ 1 സെന്റിമീറ്റർ 2 യൂണിറ്റ് ആയിട്ട് എടുക്കാം. അപ്പോൾ 2, 4, 6, 8, 10. അതിൽ y ആക്സിസിൽ 2, 4, 6, 8, 10 അല്ലെ. ഇപ്പൊ നമുക്ക് 10 മുതൽ 60 വരെയൊക്കെ ഉണ്ടെങ്കിൽ 1 സെന്റിമീറ്റർ 10 യൂണിറ്റ് ആയിട്ട് എടുക്കുക. 10, 20, 30 അങ്ങനെ എടുക്കുക, നിങ്ങൾക്കറിയാം. നെക്സ്റ്റ് ആദ്യത്തെ ലൈനിന്റെ ഗ്രാഫ് വരയ്ക്കാൻ പോയിന്റ് x0 y5, x0 y5. 5 എന്ന് പറഞ്ഞാൽ 4നും 6നും ഇടയ്ക്കുള്ള വാല്യൂ. ഇതാ ഈ പോയിന്റ് ഇൻറ്റു ഇട്ടു. അടുത്ത പോയിന്റ് എന്താണ്? 10,0 x10 y0. x10 x ആക്സിൽ എന്താണ് 10. ഇവിടെ ഒരു പോയിന്റ് ഇട്ടു അല്ലെ. 10,0 ഈ പോയിന്റ് ആണ്. ആ പോയിന്റും ഈ പോയിന്റും കൂടെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യത്തെ ലൈൻ കിട്ടി. എന്തായിരുന്നു? x + 2y = 10. അപ്പോൾ ഈ ലൈനിന്റെ ഗ്രാഫ് വരച്ചു. നമുക്ക് കാണേണ്ടത് x + 2y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 എന്ന ഇനിക്വാളിറ്റിയുടെ സൊല്യൂഷൻ. നമുക്കറിയാം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ ആ ലൈനിന്റെ സൊല്യൂഷൻ 0യുടെ അപ്പർ പോർഷൻ ആയിരിക്കും. അപ്പൊ ഞാൻ വരച്ച ലൈൻ ഇതായിരുന്നു, ഞാൻ ഇപ്പൊ വരച്ച ലൈൻ അല്ലേ, ഇതാ ഈ ലൈൻ. അതിന്റെ സൊല്യൂഷൻ 0യുടെ മേൽഭാഗം അല്ലെ. 0യുടെ പോർഷനിലേക്ക് വരണമെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കണം. ഇവിടെ എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. അപ്പോൾ ഈ ഇനിക്വാളിറ്റിയുടെ സൊല്യൂഷൻ മേലോട്ട്. റൈറ്റ് സൈഡിൽ നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആണ് എടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് 3x + 4y = 24. ആ സ്ട്രെയിറ്റ് ലൈൻ ആണ് ഞാൻ രണ്ടാമത് ഇവിടെ വരച്ചിരിക്കുന്നത്. അത് ഇതേപോലെ പ്ലോട്ട് ചെയ്യുക. 0,6 x0 y6, അടുത്ത x8 y0. അപ്പൊ ആ ഇനിക്വാളിറ്റി എന്തായിരുന്നു? 3x + 4y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 24. അപ്പൊ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരുമ്പോൾ അതിന്റെ സൊല്യൂഷൻ എന്തായിരിക്കും? 0യുടെ പോർഷൻ താഴോട്ടായിരിക്കും. അപ്പോൾ താഴോട്ട്. അപ്പോൾ പിന്നെ എന്താണ്? എക്സ് പോസിറ്റീവ് y പോസിറ്റീവ് എന്ന രണ്ട് കണ്ടീഷൻ കൂടെ തന്നിട്ടുള്ളത് എന്തിന് സൂചിപ്പിക്കാനാണ്? നമ്മുടെ സൊല്യൂഷൻ റീജിയൻ മസ്റ്റ് ബി ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ്.
എക്സ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിനിപ്പുറത്തായിരിക്കണം, വൈ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത്, അതായത് നമ്മുടെ ഷെയ്ഡഡ് പോർഷൻ ഫസ്റ്റ് ക്വാഡ്രന്റിനകത്തായിരിക്കണം. അപ്പൊ ഇനി നമ്മുടെ കോമൺ റീജിയൻ എന്താണ്? ഈ ഇനിക്വാളിറ്റിയുടെ സൊല്യൂഷൻ മേളിലോട്ട്, ഇത് താഴോട്ട്. അപ്പൊ രണ്ടിനും കോമൺ ആയിട്ട് വരുന്ന പോർഷൻ ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഈ ഒരു വാല്യൂ പോലെ കാണുന്ന സംഗതിയാണ്, ഇത്രയുമാണ്. ദിസ് ഈസ് ദ ഫീസിബിൾ റീജിയൻ. അതിനൊരു പേര് കൊടുക്കാം, ഈ കോർണർ പോയിന്റ്. ഇത് എ ആണ്, ഇത് ബി ആണ്, ഇത് സി ആണ്. സോ എ ബി സി ഈസ് ദ ഫീസിബിൾ റീജിയൻ. കോർണർ പോയിന്റ്സ് എ എന്ന് പറയുന്നത് എന്തായിരുന്നു? x0 y5, അപ്പൊ 0,5. ബി എന്തായിരുന്നു? x0 y6. അടുത്ത സി എന്തായിരുന്നു? അത് കൃത്യമായി നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്താൽ മതി. ഇത് രണ്ട് സോൾവ് ചെയ്താൽ എക്സിന്റെ ഒരു വാല്യൂ കിട്ടും. പക്ഷെ സ്കെയിൽ ഉപയോഗിച്ച് കറക്റ്റ് നോക്കിയാൽ എക്സ് വാല്യൂ 4, ഇത് നോക്കുമ്പോൾ 2-നും 4-നും ഇടയ്ക്ക് 3 എന്ന് കിട്ടും. സോ സി എന്താണ്? 4,3. അപ്പൊ കോർണർ പോയിന്റ്സ് എന്ന് റൈറ്റ് ദ കോർണർ പോയിന്റ്സ് എന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ എടുത്തെഴുതണം. ഇനി ഓരോ കോർണർ പോയിന്റിലും ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ വാല്യൂ. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്താണ്? z ഈക്വൽ ടു 200x പ്ലസ് 500y. സോ അറ്റ് എ 0,5 z ഈക്വൽ ടു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഴുതി. എക്സിന് 0, വൈക്ക് എന്ത് കൊടുക്കുക? 5. x0 വൈക്ക് 5 കൊടുത്താൽ 2500. അടുത്ത അറ്റ് ബി രണ്ടാമത്തെ പോയിന്റ് 0,6. ഇവിടെ എക്സിന് 0, വൈക്ക് 6. അപ്പൊ 500 into 6 3000. അടുത്ത സി 4,3ൽ ഇസഡിന്റെ വാല്യൂ. ഇതാണ് ഫംഗ്ഷൻ കേട്ടോ. എക്സിന് 4 കൊടുക്കുമ്പോൾ 800. അടുത്ത് വൈക്ക് 3 കൊടുത്താൽ 1500. ആഡ് ചെയ്താൽ 2300. വി ഹാവ് ടു ഫൈൻഡ് മിനിമം വാല്യൂ. സോ മിനിമം വാല്യൂ ഈക്വൽ ടു 2300 അറ്റ് ദ പോയിന്റ് 4,3. ഇനി ഇതേ ക്വസ്റ്റ്യൻ മാക്സിമൈസ് ആയിരുന്നെങ്കിൽ മാക്സിമം വാല്യൂ എഴുതുക. എന്തായിരുന്നു മാക്സിമം വാല്യൂ? 3000 അറ്റ് 0,6. ഒരു ക്വസ്റ്റ്യൻ 100% ഉറപ്പാണ്. തീർച്ചയായും ബൗണ്ടഡ് റീജിയൻ വരുന്ന ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും ചോദിക്കാൻ സാധ്യത. ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. നെക്സ്റ്റ്, പ്രോബബിലിറ്റി എന്ന ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. If A and B are independent events such that probability of A 1/4, probability of B 1/2, then find probability of A and B, probability of not A and not B, finally probability of A given B. നിങ്ങൾക്കറിയാം എയും ബിയും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇൻടു പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് എഴുതാം. നൗ പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് ബി ആണ് കാണേണ്ടത്. ആൻഡ് എന്ന് പറഞ്ഞാൽ ഇന്റർസെക്ഷൻ. സോ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എങ്ങനെ എഴുതാം? പി ഓഫ് എ ഇൻടു പി ഓഫ് ബി. പി ഓഫ് എ 1/4, പി ഓഫ് ബി 1/2. മൾട്ടിപ്ലൈ ചെയ്താൽ 1/8. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് പ്രോബബിലിറ്റി ഓഫ് നോട്ട് എ ആൻഡ് നോട്ട് ബി. പ്രോബബിലിറ്റി ഓഫ് നോട്ട് എ എന്ന് പറഞ്ഞാൽ എ കോംപ്ലിമെന്റ്, ആൻഡ് എന്ന് പറഞ്ഞാൽ ഇന്റർസെക്ഷൻ, നോട്ട് ബി എന്ന് പറഞ്ഞാൽ ബി കോംപ്ലിമെന്റ്. എയും ബിയും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ എ കോംപ്ലിമെന്റും ബി കോംപ്ലിമെന്റും ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അതുകൊണ്ട് ഇന്റർസെക്ഷന്റെ അവിടെ ഇൻഡു ആക്കാം. പി ഓഫ് എ കോംപ്ലിമെന്റ് ഇൻഡു പി ഓഫ് ബി കോംപ്ലിമെന്റ് എന്ന് എഴുതാം. പി ഓഫ് എ കോംപ്ലിമെന്റ് കാണുന്ന ഫോർമുല 1 മൈനസ് പി ഓഫ് എ. അപ്പൊ പി ഓഫ് ബി കോംപ്ലിമെന്റ് 1 മൈനസ് പി ഓഫ് ബി. 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1/4. ഇത് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ബി 1/2. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3/4 into 1/2 ഈക്വൽ ടു 3/8. നൗ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി കാണുന്ന ഫോർമുല പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ പ്രോബബിലിറ്റി ഓഫ് ബി. എ ഇന്റർസെക്ഷൻ ബി എന്തായിരുന്നു? 1/8 ബൈ പ്രോബബിലിറ്റി ഓഫ് ബി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1/2. ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1/4. ഓക്കെ, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. ബേസ് തിയറം ഉറപ്പായിട്ട് ചോദിക്കും. ഞാൻ അതിവിടെ ഉൾപ്പെടുത്തിയില്ല എന്ന് മാത്രം, കാരണം വെറും 10 ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ, അതും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അതുകൊണ്ട് തന്നെ ബേസ് തിയറം കൂടെ മസ്റ്റ് ആയിട്ട് പഠിക്കുക. ബാഗിന്റെ പ്രോബ്ലം അല്ലെങ്കിൽ ഫാക്ടറിയുടെ ഒരു പ്രോബ്ലം ഉണ്ട്, ബോൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പെർസെന്റേജ് തരുന്ന ക്വസ്റ്റ്യൻ. 2-ൽ 1 നാളെ പ്രതീക്ഷിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 9 കണ്ടിന്യൂറ്റി എന്ന പോർഷനിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. വലിയ ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റും. Find all points of discontinuity of f where f of x equal to sin x by x, x less than 0, x plus 1 when x greater than or equal to 0. x less than 0 വരുമ്പോൾ sin x by x ഇത് ക്ലിയർലി കണ്ടിന്യൂസ് ആണ്. x greater than 0 വരുമ്പോൾ പോളിനോമിയൽ ആയതുകൊണ്ട് കണ്ടിന്യൂസ് ആണ്. അപ്പൊ 0 എന്ന് പറയുന്ന പോയിന്റിലെ കണ്ടിന്യൂറ്റി മാത്രം ചെക്ക് ചെയ്താൽ മതി. അപ്പൊ 0 എന്ന് പറയുന്ന പോയിന്റിലെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ ആദ്യം ലിമിറ്റ് കണ്ടെത്തണം. അതിനുവേണ്ടി 0 എന്ന പോയിന്റിലെ ലെഫ്റ്റ് ലിമിറ്റ് കണ്ടെത്തണം. സോ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 ലെസ് ദാൻ വരുമ്പോൾ ഫംഗ്ഷൻ എന്തായിരുന്നു? സൈൻ എക്സ് ബൈ എക്സ്. ഇത് സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്. ഇതിന്റെ ആൻസർ 1. നെക്സ്റ്റ് റൈറ്റ് ലിമിറ്റ് കാണുക. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0. റൈറ്റ് ലിമിറ്റ് മീൻസ് ഗ്രേറ്റർ ദാൻ 0. ഗ്രേറ്റർ ദാൻ 0 വരുമ്പോൾ ഫംഗ്ഷൻ എക്സ് പ്ലസ് 1. എക്സിന് 0 കൊടുത്താൽ 0 plus 1 1. ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ. ദെയർഫോർ ഫംഗ്ഷന്റെ വാല്യൂ
അറ്റ് ലിമിറ്റിംഗ് വാല്യൂ എന്ന് പറയുന്നത് 1 എന്ന് എഴുതാം. ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ് 1. നെക്സ്റ്റ് ആ 0 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷന്റെ വാല്യൂ 0 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് x+1. എക്സിന് 0 കൊടുത്താൽ 0+1 ആൻസർ എന്താണ് 1. എഫ് ഓഫ് 0 1. അപ്പൊ ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് 0 എന്ന് കിട്ടി. Therefore the function is continuous at x equal to 0. അതായത് എല്ലാ പോയിന്റിലും കണ്ടിന്യൂസ് ആണ്. ദാറ്റ് മീൻസ് there is no point of discontinuity. ഏതൊക്കെ പോയിന്റിലാണ് ഡിസ്കണ്ടിന്യൂസ് എന്നാണ് ക്വസ്റ്റ്യൻ. there is no point of discontinuity. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത്തരത്തിൽ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അല്ല എങ്കിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ ഫൈൻഡ് വാല്യൂ ഓഫ് k, അത്തരത്തിലുള്ള ക്വസ്റ്റ്യനും ചോദിക്കാം. അതാണ് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫൈൻഡ് വാല്യൂ ഓഫ് k if f of x is continuous at x equal to 5, where f of x തന്നിട്ടുണ്ട്. x less than or equal to 5 ആകുമ്പോൾ kx plus 1, x greater than 5 ആകുമ്പോൾ 3x minus 5. ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അറ്റ് x equal to 5 എന്ന് തന്നിട്ടുണ്ട്. സിൻസ് f of x is continuous at x equal to 5, ലെഫ്റ്റ് ലിമിറ്റ് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ് എന്ന് എഴുതാം. limit x tending to 5 minus f of x equal to limit x tending to 5 plus f of x. Continuous ആണെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റിംഗ്. ലിമിറ്റ് എക്സിസ്റ്റ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആയിരിക്കും. ലെഫ്റ്റ് സൈഡിൽ ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 5, 5നേക്കാളും ചെറുത് ലെസ് ദാൻ 5 വരുമ്പോൾ ഫംഗ്ഷൻ kx plus 1. ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 5 ഗ്രേറ്റർ ദാൻ 5 വരുമ്പോൾ ഫംഗ്ഷൻ 3x minus 5. എക്സിനൂടെ 5 കൊടുത്താൽ 5k plus 1. ഇവിടെ എക്സിന് 5 കൊടുത്താൽ 15 minus 5 10. 5k equal to 9, k equal to 9/5. ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ 100% ചോദിക്കാൻ സാധ്യതയുണ്ട്. ഫൈനലി ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ചാപ്റ്റർ. തുടക്കം ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു, ഒടുക്കവും ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് എത്തിയിരിക്കുകയാണ്. ഷോ ദാറ്റ് ദ റിലേഷൻ ആർ in the set of all integers given by r equal to ordered pair x comma y such that x minus y is an integer is an equivalence relation. ഒന്നും അറിഞ്ഞുകൂടായെങ്കിൽ ക്ലിയർലി ദ റിലേഷൻ ഈസ് റിഫ്ലക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. ഹെൻസ് ഇറ്റ് ഈസ് ആൻ ഇക്വലൻസ് റിലേഷൻ. 1.5 മാർക്ക് കിട്ടും. പക്ഷെ നമുക്കിവിടെ പ്രൂഫാണ് ആവശ്യം. ആദ്യം ഇത് റിഫ്ലക്സീവ് എന്ന് പ്രൂവ് ചെയ്യണം. അതിനൊരു പ്രത്യേക പാറ്റേൺ ഉണ്ട്, എഴുതി പഠിക്കുക. വി ഹാവ് x മൈനസ് എക്സ് എന്ന് പറയുന്നത് 0 ആണ്. അതെന്താണ്? ഒരു ഇൻഡിജർ. നമുക്കറിയാം x മൈനസ് വൈ ഈസ് ആൻ ഇൻഡിജർ ആണെങ്കിൽ x minus y is an integer ആണെങ്കിൽ x comma y element of r. x minus x is an integer ആണെങ്കിൽ x comma x element of r എന്ന് എഴുതാം. Hence every element is related to itself. Therefore r is reflexive. അടുത്ത സിമെട്രിക് പ്രൂവ് ചെയ്യാൻ let x comma y element of r എന്ന് എടുക്കുക. എന്ന് പറഞ്ഞാൽ x minus y integer ആണ്. x minus y integer ആണെങ്കിൽ തിരിച്ച് y minus x ഉം integer ആയിരിക്കും. x minus y integer ആണെങ്കിൽ x comma y element of r. y minus x integer ആണെങ്കിൽ y comma x element of r. ഏതൊരു x comma y എടുത്താലും തിരിച്ച് ഒരു y comma x റിലേഷനകത്ത് കണ്ടെത്താം. Therefore the relation r is symmetric. അടുത്ത ട്രാൻസിറ്റീവ് പ്രൂവ് ചെയ്യാൻ x comma y നെക്സ്റ്റ് y യിൽ തുടങ്ങുന്ന മറ്റൊരു ഓർഡേർഡ് പെയർ y comma z element of r implies x comma y എന്ന് പറഞ്ഞാൽ x minus y is an integer, y comma z എന്ന് പറഞ്ഞാൽ y minus z is an integer. ഇത് ഇന്റിജർ, ഇത് ഇന്റിജർ. അത് രണ്ടിന്റെ സം എന്ന് പറയുന്നതും ഇന്റിജർ ആയിരിക്കും. മൈനസ് y പ്ലസ് y ക്യാൻസൽ ചെയ്താൽ x മൈനസ് z ഈസ് ആൻ ഇന്റിജർ എന്ന് കിട്ടും. x y എലമെന്റ് ഓഫ് r ആണെങ്കിൽ x മൈനസ് y ഈസ് ആൻ ഇന്റിജർ. ഇവിടെ x മൈനസ് z ഈസ് ആൻ ഇന്റിജർ എന്ന് പറഞ്ഞാൽ x z എലമെന്റ് ഓഫ് r. x y z ഉണ്ടെങ്കിൽ x z ഉണ്ട് എന്ന് പ്രൂവ് ചെയ്തു. Therefore the relation r is transitive. Since r is reflexive, symmetric and transitive, it is an equivalence relation. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൂപ്പർ 10 പ്രോബ്ലംസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. തീർച്ചയായും ജസ്റ്റ് പാസ്സാവുക എന്ന പ്രതീക്ഷയോടുകൂടി പഠിക്കുന്ന കുട്ടികൾ മസ്റ്റായിട്ട് ഇത് പഠിക്കുക. നിങ്ങൾക്ക് പാസ്സാകാൻ പറ്റും. ബാക്കിയുള്ള കുട്ടികൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന രീതിയിൽ ഇതൊന്ന് പരിചയപ്പെടുക എന്ന് മാത്രം. കൂടുതൽ പഠിക്കുന്നതോറും കൂടുതൽ മാർക്ക് കിട്ടും. തീർച്ചയായും ഫുൾ മാർക്ക് പ്രതീക്ഷിക്കുന്ന കുട്ടികൾ നമ്മുടെ പ്ലേലിസ്റ്റിലുള്ള +2 റിവിഷൻ ക്ലാസ്സസ് എന്ന ഫോൾഡറിലുള്ള ക്ലാസ്സുകൾ കാണുക. ജസ്റ്റ് 1 ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ കണ്ടാലും നിങ്ങൾക്ക് A+ എത്താൻ പറ്റും. നിങ്ങൾക്ക് ആവശ്യമായ പ്ലേലിസ്റ്റുകളുടെ ലിങ്കുകൾ എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നാളെ നടക്കുന്ന മാത്തമാറ്റിക്സ് എക്സാമിനേഷൻ മികച്ച രീതിയിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും എഴുതി പൂർത്തീകരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നെക്സ്റ്റ് ഡേ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ ബൈ ബൈ.